1999 വിജയ് മല്യ സമർപ്പിച്ചത് സ്വർണ്ണപ്പാളി തന്നെയെന്ന് ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനൻ. അന്ന് 30 കിലോയോളം സ്വർണം ഉപയോഗിച്ചു എന്നാണ് അറിവ്. ദ്വാരപാലക ശില്പപാളികൾ പുറത്തുകൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കണ്ഠരര് മോഹൻ. 30 കിലോ പിന്നെ കുറച്ചുകൊണ്ടെന്ന് പറഞ്ഞു. 30 കിലോ കൊണ്ടെന്ന് പൊതിഞ്ഞേക്കുന്നത് എല്ലാം മൊത്തം ദ്വാരപാലകർ എല്ലാവരും സ്വർണ്ണം തന്നെ പൊതിഞ്ഞേക്കുന്നത്. അദ്ദേഹം തന്നെ 30 കിലോ കൊണ്ടെന്ന് പറഞ്ഞ വിജയമല്ലയും സംഗീതത്തിൻ്റെ ഇന്ന് പണിയായിരുന്നു. അവിടെ തന്നെ ആയിരുന്നു പണി, പുറത്ത് പോയിട്ടില്ല, അവിടെ തന്നെ പണിയായിരുന്നു. ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയുന്നതാണ്, അവിടെ വെച്ച് തന്നെ പണിയാണത്. പുറത്ത് കൊണ്ടുപോരുന്നൊരു ശാസ്ത്രമുള്ളതാണ്. ആ ദേവസ്വം മാനുവലിൽ തന്നെ ഉണ്ടത്. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, എന്താണ് ഈ വിവാദങ്ങളിൽ മുൻ തന്ത്രിയുടെ പ്രതികരണം? ധന്യ, സ്വർണ്ണപ്പാളി ചെമ്പായതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിവിധ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായ ഒരു വിശദീകരണം എന്ന് തന്നെ പറയാം. മുൻ തന്ത്രിയുടെ ഏതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ഠരര് മോഹനനാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിശദീകരണം പറയുന്നത്, അതായത് 1999 വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ സ്വർണ്ണപ്പാളി തന്നെയാണ് അവിടെ സ്ഥാപിച്ചത് എന്നാണ് ഇപ്പോൾ മുൻ തന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അമ്പലത്തിൽ വെച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെയാണ് പാളി നിർമ്മിച്ചതെന്നും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യേണ്ടത് ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെ ആവണമെന്നും ദേവസ്വം മാനുവലിൽ പരാമർശമുണ്ട്. എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണമെന്നുമാണ് മുൻ തന്ത്രി ആവശ്യപ്പെടുന്നത്. 99 സ്വർണ്ണപ്പാളി ചെമ്പായത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ആ കാര്യങ്ങളെപ്പറ്റി കുറ്റകൃത്യമാണെങ്കിൽ നടപടി എടുക്കണമെന്നും മുൻ തന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും രാവിലെ നമ്മൾ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെയും പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹവും പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലോ അദ്ദേഹം ഏതൊരു തരത്തിലുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി ഇടപാടുകൾ നടത്തിയെങ്കിൽ അതിനെല്ലാം അന്വേഷണം പുറത്തു വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും മുൻ തന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിൽ സ്ഥാപിച്ചത്, വിജയ് മല്യ സ്ഥാപിച്ചത് സ്വർണ്ണപ്പാളിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ധന്യ. ശരി.